ഹലോ, ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ബുഷിയായിട്ട് വളരുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഞാൻ ഒരു 4 പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത്. ഈ പ്ലാന്റ്സ് നമ്മൾ ഇൻഡോറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഗ്രോത്ത് തരുന്ന പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്ലാന്റ് ഞാൻ കാണിക്കുന്നത് ഫിലോഡെൻഡ്രോൻ്റെ ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കറക്റ്റ് സ്പീഷീസ് നെയിം ഞാൻ അടിയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്ട്രാordinary ഗ്രോത്ത് തരുന്നൊരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് നമുക്ക് വളരെ വെളിച്ചം കുറഞ്ഞ ഏരിയയിലും വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ്. അടുത്ത് കാണിക്കുന്ന പ്ലാന്റാണ് അഗ്ലോണിമ അല്ലെങ്കിൽ ചൈനീസ് എവർഗ്രീൻ. ഇത് നമുക്ക് വളരെ വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഇത് നമ്മൾ അകത്ത് വെക്കാതെ നല്ല ലഷ്ടായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് ഒരുപാട് ബേബി പ്ലാന്റ്സ് ഒക്കെ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്ത് കാണിക്കുന്നത് പോത്തോസിൻ്റെ പ്ലാന്റ്സ് ആണ്. പോത്തോസിൻ്റെ എല്ലാ വെറൈറ്റീസ് നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. നമ്മളത് കറക്റ്റായിട്ട് പൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ട് വളരുള്ളൂ. നമുക്ക് പോത്തോസിൻ്റെ ഏത് വെറൈറ്റീസ് വേണമെങ്കിലും ഇതേപോലെ വെള്ളത്തിൽ വെച്ചിട്ട് നല്ല ബുഷിയായിട്ട് വളർത്തി നിർത്താനായിട്ട് പറ്റും. അടുത്ത പ്ലാന്റാണ് ഫിലോഡെൻഡ്രോൺ സ്റ്റെനോലോ. അപ്പം ഇത് വളരെ വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ ഇൻഡോറിൽ വെക്കുകയാണെന്ന് തന്നെ നല്ല ലഷായിട്ട് ഗ്രോത്ത് തരുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല വലിപ്പമുള്ള ലീഫാണ്, അതേപോലെ തന്നെ നല്ല ഡാർക്ക് ഗ്രീനോട് കൂടിയിട്ടുള്ള ലീഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ പ്ലാന്റ്സും നമുക്ക് ഇഷ്ടപ്പെട്ടു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്